നടരാജ് പരശുരാം അവിടെ നിന്ന് ചേരുന്നുണ്ട്. നടരാജ്, ഇന്നിപ്പോൾ തെരച്ചിൽ അവിടെ പൂർണ്ണമായും ഇന്ന് നേരത്തെ തന്നെ നിർത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത കുളങ്ങളിലോ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മൃതദേഹാവശിഷ്ടങ്ങളോ ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധനയൊക്കെ അവിടെ നടന്നിരുന്നല്ലോ. അതിലെന്തെങ്കിലും കണ്ടെത്താനായിരുന്നോ? അതോടൊപ്പം തന്നെ നാളെ ഇനിയിപ്പോൾ എത്ര മണിക്കാണ് ഈ തെരച്ചിൽ പുനരാരംഭിക്കുന്നത്? നാളെ അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഈ ഫോറൻസിക് സംഘം എത്തുകയും ഈ സ്ഫോടനം ഉണ്ടായത്, ഈ പടക്കം ആദ്യത്തെ തീപിടിച്ചത് എങ്ങനെയാണ് എന്നത് കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുമല്ലോ. അപ്പോൾ നാളെ തീർച്ചയായിട്ടും അങ്ങോട്ടേക്ക് സുഗമമായി തന്നെ അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ടേക്ക് രാവിലെ എത്താൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? രക്ഷാപ്രവർത്തനം രാവിലെ തന്നെ തുടങ്ങുമെന്ന് അറിയിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം വരെയും രക്ഷാപ്രവർത്തകർ അവിടെ പരിശോധന മറ്റും നടത്തിയതാണ്. ഈ സ്ഥലത്തു നിന്നും മൃതദേഹ അവശിഷ്ടങ്ങൾ എന്ന് പറയാൻ, അല്ലെങ്കിൽ ശരീരഭാഗങ്ങളൊക്കെ തന്നെ പലരുടെയും കണ്ടെത്തിയിട്ടുണ്ട്. പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഈ സ്ഫോടക വസ്തുക്കൾ തെറിച്ചു കിടക്കുന്നതും മറ്റും കണ്ടെത്തിയിട്ടുണ്ട്. ഇവയെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അവിടെ പടക്കം പൊട്ടുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ് ഉദ്യോഗസ്ഥർ ഇന്നത്തെ തെരച്ചിൽ മതിയാക്കി പുറത്തിറക്കിയത്. സമീപത്തെ കുളത്തിലും പാടവരമ്പിലൊക്കെ തന്നെ ശരീരഭാഗങ്ങൾ കിടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ രാവിലെ കെടാവർ ഡോഗുകളെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കും. മാത്രമല്ല മറ്റ് വിദഗ്ധരും എത്തും. നാളെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ഒക്കെയുള്ളവർ ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല DNA പരിശോധന ഉൾപ്പെടെ നടത്താൻ ബന്ധുക്കളുടെ DNA സാമ്പിളുകൾ ശേഖരിക്കുന്ന ക്രമീകരണത്തിലേക്കും നാളെ രാവിലെ അഡ്മിനിസ്ട്രേഷൻ കിടക്കും. എന്തായാലും ഇത് സംബന്ധിച്ച് മജിസ്ട്രേറിയൽ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. മറ്റ് വിദഗ്ധ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതൊക്കെ തന്നെ നാളെ രാവിലെ തുടർന്ന് നടക്കും. അതിനുള്ള ക്രമീകരണങ്ങളും നടത്തി വരികയാണ്. ഇതിനിടയിൽ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ മൃതദേഹം വിട്ടു നൽകുന്നതും സംസ്കാരവും അടക്കമുള്ള കാര്യങ്ങളും നാളെ നടക്കും. ശരി, നടരാജ് പരശുരാമാണ് വിവരങ്ങൾ നൽകിയത്. നാളെ നേരം പുലരുമ്പോൾ തന്നെ മുണ്ടത്തിക്കോട് രക്ഷാദൗത്യം വീണ്ടും ആരംഭിക്കും. അവിടെ ഏതെങ്കിലും തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങളോ അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിൽ അവിടെ എന്തൊക്കെ ബാക്കിയുണ്ട്, അവശേഷിപ്പുകളായി എന്തൊക്കെയുണ്ട് എന്നുള്ള പരിശോധനകളും നടക്കും. ഫോറൻസിക് സംഘമെത്തും. കഡാവർ ഡോഗുകളെ കൊണ്ടുവന്ന് അവിടെ പരിശോധന നടക്കും. തൊട്ടടുത്തുള്ള പാടശേഖരങ്ങളിലും കുളങ്ങളിലുമൊക്കെ നാളെ വിശദമായി തന്നെ പരിശോധന നടക്കും. ഇപ്പോൾ ഇന്ന് രാത്രി വളരെ നിർണായകമാണ്. കാരണം അവിടെ ബാക്കി പൊട്ടി അവശേഷിപ്പിക്കുള്ള പടക്കങ്ങൾ എന്തെങ്കിലും ഒരുപക്ഷെ പൊട്ടിത്തീർന്നു കഴിഞ്ഞാൽ നാളെ സുഗമമായി തന്നെ അവിടെ രക്ഷാദൗത്യം വളരെ പെട്ടെന്ന് ഏകോപിപ്പിക്കാൻ പറ്റും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.